മനസാക്ഷിയെ ഒന്നടങ്കം ഞെട്ടിപ്പിക്കുകയും ലജ്ജിപ്പിക്കുകയും ചെയ്ത ഒരു സംഭവമായിരുന്നു അട്ടപ്പാടിയിലെ ആദിവാസി യുവാവായിരുന്ന മധുവിന്റെ കൊലപാതകം. ഒരുപക്ഷെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം നമ്മൾ കേട്ട് ശീലിച്ച ആൾക്കൂട്ട കൊലപാതകം എന്ന ക്രൂരത കേരളത്തിലും സംഭവിക്കുമെന്ന് മലയാളികൾ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. വിദ്യാഭ്യാസപരമായും സാമൂഹികപരമായും നമ്മളേറെ ഉയർന്നു നിൽക്കുന്നു എന്ന് സ്വയം അഹങ്കരിച്ചെന്നുള്ള സമൂഹത്തിന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരമായിരുന്നു ഈ സംഭവം. മാനസികമായ വെല്ലുവിളികൾ നേരിട്ടിരുന്ന, സ്വന്തമായി ആഹാരം കണ്ടെത്താൻ പോലും കഴിയാതിരുന്ന 30 വയസ്സുകാരനായ മധു അട്ടപ്പാടിയിലെ കാട്ടിനുള്ളിലെ ഒരു ഗുഹയിലായിരുന്നു ജീവിച്ചിരുന്നത്. സാമ്പത്തികമായി ഏറെ പിന്നിലായിരുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തിന് മധുവിന് വേണ്ടത്ര ചികിത്സ നൽകാനോ പരിപാലിക്കാനോ കഴിഞ്ഞിരുന്നില്ല. വിശപ്പ് സഹിക്കാൻ വയ്യാതെ ചിലയിടങ്ങളിൽ നിന്ന് അദ്ദേഹം ഭക്ഷണ സാധനങ്ങൾ എടുക്കുകയുണ്ടായിരുന്നുവെങ്കിലും ഒരു കടയിൽ നിന്ന് അരി മോഷ്ടിച്ചു എന്നാരോപിച്ചായിരുന്നു ആൾക്കൂട്ടം അന്ന് മധുവിനെ തിരഞ്ഞത്. 2018 ഫെബ്രുവരി 22-നായിരുന്നു കേരളത്തെ നടുക്കിയ ആ കറുത്ത ദിവസം ഉണ്ടാകുന്നത്. അട്ടപ്പാടി ചിണ്ടേക്കിയൂരിലെ മധുവിനെ കാട്ടിലെ ഗുഹയിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ ബലം പ്രയോഗിച്ച് പിടികൂടി മുക്കാലി എന്ന സ്ഥലത്തേക്ക് നടത്തിച്ചു കൊണ്ടുവരികയും അതിക്രൂരമായ ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇരയാക്കുകയും ചെയ്തു. അത് കേവലം ഒരു മർദ്ദനമായിരുന്നില്ല. മധുവിന്റെ കൈകാലുകൾ ബന്ധിച്ച് നെഞ്ചിൽ ചവിട്ടിയും തല ഭിത്തിയിലിടിച്ചും വടികളും തടിക്കഷ്ണങ്ങളും ഉപയോഗിച്ച് അവർ ക്രൂരമായി വേട്ടയാടി. അതിലുപരിയായി ഈ ക്രൂരതകൾ പ്രതികൾ തന്നെ മൊബൈൽ ഫോണിൽ പകർത്തി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയും സെൽഫി എടുത്ത് ആഘോഷിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് പോലീസ് കേസെടുക്കുന്നതും അന്വേഷണം ആരംഭിക്കുന്നതും. എന്നാൽ ഈ കേസിന്റെ വിചാരണാ നടപടികൾ ഏറെ പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു. പ്രോസിക്യൂട്ടർമാർ തുടർച്ചയായി മാറിയതും ജഡ്ജിയുടെ സ്ഥലം മാറ്റവും കാരണം വിചാരണ പൂർത്തിയാക്കാൻ ഏകദേശം 4 വർഷത്തോളം കാലതാമസം നേരിട്ടു. വിചാരണാ വേളയിൽ 24 പ്രോസിക്യൂഷൻ സാക്ഷികളാണ് പ്രതികൾക്ക് അനുകൂലമായി കൂറുമാറിയത്. ഇത് മധുവിന്റെ അമ്മയ്ക്കും സഹോദരിമാർക്കും വലിയ ആശങ്കയുണ്ടാക്കിയിരുന്നു. എങ്കിലും ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 2023 ഏപ്രിൽ 5-ന് മണ്ണാർക്കാട് SC/ST പ്രത്യേക കോടതി വിധി പ്രസ്താവിച്ചു. ആകെ 16 പ്രതികളിൽ 14 പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ കോടതി അതിൽ 13 പ്രതികൾക്ക് 7 വർഷത്തെ കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും വിധിച്ചു. 16-ാം പ്രതി മുനീറിന് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് 3 മാസത്തെ തടവും 600 രൂപ പിഴയുമാണ് ശിക്ഷ നൽകിയത്. എന്നാൽ 4-ാം പ്രതി അനീഷ്, 11-ാം പ്രതി അബ്ദുൾ കരീം എന്നിവരെ നേരിട്ട് മർദ്ദനത്തിൽ പങ്കില്ലെന്ന് കണ്ട് കീഴ്ക്കോടതി വെറുതെ വിടുകയായിരുന്നു. ഈ വിധിയിൽ മധുവിന്റെ കുടുംബം തൃപ്തരായിരുന്നില്ല. പ്രതികൾക്ക് ലഭിച്ചത് വളരെ കുറഞ്ഞ ശിക്ഷയാണെന്നും അവർ പുറത്തിറങ്ങുന്നത് തങ്ങളുടെ ജീവന് ഭീഷണിയാണെന്നും കാണിച്ച് കുടുംബവും സർക്കാരും ഹൈക്കോടതിയെ സമീപിച്ചു. സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകിയ ഈ ക്രൂരമായ ആസൂത്രിത കൊലപാതകത്തിന് പ്രതികൾക്ക് ജീവപര്യന്തം തടവ് നൽകണമെന്നും വെറുതെ വിട്ട പ്രതികളെ ശിക്ഷിക്കണമെന്നുമായിരുന്നു സർക്കാരിന്റെ ആവശ്യം. മറുഭാഗത്ത് തങ്ങളുടെ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികളും അപ്പീൽ നൽകി. ഇതിനിടയിൽ 1-ാം പ്രതിയായ മേച്ചേരിൽ ഹുസൈന്റെ ശിക്ഷ ഹൈക്കോടതി താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു. പ്രതികളുടെയും സർക്കാരിന്റെയും അപ്പീലുകളിൽ വിശദമായ വാദം കേട്ട് ജസ്റ്റിസ് രാജാ വിജയരാഘവൻ അധ്യക്ഷനായ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ നിർണായകമായ വിധി പ്രസ്താവിച്ചിരിക്കുകയാണ്. ജാമ്യത്തിലുള്ളവരും ജയിലിലുള്ളവരുമായ മുഴുവൻ പ്രതികളോടും നേരിട്ട് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. ഹൈക്കോടതി വിധിയിൽ കീഴ്ക്കോടതി വിധിക്ക് മേൽ വലിയ തിരുത്തലുകളാണ് വരുത്തിയിരിക്കുന്നത്. ആകെ 16 പ്രതികളിൽ 15 പേരും കുറ്റക്കാരാണെന്ന് ഹൈക്കോടതി കണ്ടെത്തി. വിചാരണ കോടതി വെറുതെ വിട്ടിരുന്ന 4-ാം പ്രതി അനീഷിനെയും 11-ാം പ്രതി അബ്ദുൾ കരീമിനെയും ഹൈക്കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തി വിധി റദ്ദാക്കിയിരിക്കുകയാണ്. എന്നാൽ കേസിൽ വലിയൊരു അപ്രതീക്ഷിത മാറ്റമായി 1-ാം പ്രതിയായ മേച്ചേരിൽ ഹുസൈനെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കി വെറുതെ വിട്ടു. സംഭവം നടക്കുന്ന സമയത്ത് ഇയാൾ സ്ഥലത്തുണ്ടായിരുന്നില്ല എന്ന ഹുസൈന്റെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. മധുവിന്റെ മരണത്തിന് കാരണമായ നെഞ്ചിലെ ചവിട്ട് ഹുസൈന്റേതായിരുന്നു എന്ന പ്രോസിക്യൂഷൻ ആരോപണമെങ്കിലും ഇയാൾ മർദ്ദനം നടന്ന കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് കോടതി നിരീക്ഷിച്ചു. 24 സാക്ഷികൾ കൂറുമാറിയിട്ടും ലഭ്യമായ ഡിജിറ്റൽ തെളിവുകളെ മുൻനിർത്തി ഹൈക്കോടതി ഈ വിധിയിൽ എത്തിച്ചേരുമ്പോൾ ഒരു നിയമ പോരാട്ടം ഒരുപക്ഷെ അവസാനിക്കുമായിരിക്കാം. 1-ാം പ്രതി രക്ഷപ്പെട്ടതിലെ സാങ്കേതികത്വവും നിയമവശങ്ങളും വരും ദിവസങ്ങളിൽ ഇനിയും ചർച്ച ചെയ്യപ്പെട്ടേക്കാം. എന്നാൽ കോടതി മുറികൾക്കപ്പുറം ഈ വിധി നമ്മളോട്, അതായത് നമ്മൾ ജീവിക്കുന്ന ഈ പൊതുസമൂഹത്തോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. സാക്ഷരതയിലും സാമൂഹിക ബോധത്തിലും നമ്മൾ ഒന്നാമതാണെന്ന് സ്വയം അഹങ്കരിക്കുമ്പോഴും വിശപ്പിന്റെ പേരിൽ ഒരു മനുഷ്യനെ വേട്ടയാടാൻ ഈ കേരളത്തിൽ എങ്ങനെ ഒരു ആൾക്കൂട്ടം രൂപപ്പെട്ടു? മാനസികമായ വെല്ലുവിളികൾ നേരിട്ട, ഒരു നേരത്തെ ആഹാരത്തിനായി കൈനീട്ടിയ ഒരു പാവം ആദിവാസി യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിക്കുമ്പോൾ, അതിക്രൂരമായി നെഞ്ചിൽ ചവിട്ടി വീഴ്ത്തുമ്പോൾ ആ മർദ്ദനം മൊബൈൽ ക്യാമറയിൽ പകർത്തി സെൽഫി എടുത്ത് ആഘോഷിക്കാൻ ഒരു കൂട്ടം മലയാളികൾക്ക് എങ്ങനെ സാധിച്ചു? മധുവിന്റെ മരണം നടന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കോടതിയിൽ സാക്ഷി പറയേണ്ടിയിരുന്ന സ്വന്തം നാട്ടുകാരായ 24 മനുഷ്യർ പ്രതികൾക്കായി കൂട്ടത്തോടെ കൂറുമാറിയപ്പോൾ എവിടെയാണ് നമ്മുടെ കേരള മനസാക്ഷി? അട്ടപ്പാടിയിലെ കാട്ടിൽ മധു ജീവിച്ചിരുന്ന ആ ഇരുണ്ട ഗുഹയേക്കാൾ ഇരുണ്ടതല്ലേ സഹജീവിയുടെ വിശപ്പും വേദനയും കാണാത്ത നമ്മുടെ ഈ ആധുനിക സമൂഹത്തിന്റെ മനസ്സ്? ഹൈക്കോടതി നൽകുന്ന ഈ തിരുത്തൽ വിധി
മധുവിന്റെ കുടുംബത്തിന് ഭാഗികമായ നീതി നൽകിയേക്കാം. പക്ഷേ മധു എന്ന യുവാവിനെ ഇല്ലാതാക്കിയ ആ ആൾക്കൂട്ട മനസ്സ് ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ എവിടെയെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് സ്വയം ചോദിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനി ഇതുപോലൊരു ക്രൂരതയ്ക്ക് നമ്മുടെ കണ്ണ് സാക്ഷിയാവാതിരിക്കട്ടെ. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മിറർ.